നോക്കാം വാർത്താസന്ധ്യയിൽ വിശദമായ റിപ്പോർട്ടുകൾ. വോട്ടുകൊള്ള ആരോപണത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടെ വാർത്താസമ്മേളനം വിളിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് വാർത്താസമ്മേളനം. വോട്ടുകൊള്ളയിൽ നാളെ ബീഹാറിൽ നിന്ന് രാഹുൽ ഗാന്ധി വോട്ട് അധികാർ യാത്ര ആരംഭിക്കാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താസമ്മേളനം. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരായ രാഷ്ട്രീയ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി നാളെ ബീഹാറിൽ തുടക്കം കുറിക്കാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപ്രതീക്ഷിത നീക്കം. നേരത്തെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളോട് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന ഒറ്റവാക്കിൽ പ്രതികരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ വൈകിട്ട് 3 മണിക്ക് വിളിച്ച വാർത്താസമ്മേളനത്തിൽ വിശദമായി തന്നെ മറുപടി നൽകിയേക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉൾപ്പെടെ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. നാളെ ബീഹാറിലെ സസറാമിൽ ആരംഭിക്കുന്ന വോട്ട് അധികാർ യാത്ര 30 മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ മാസം 30-ന് ആരയിൽ സമാപിക്കും. സെപ്റ്റംബർ 1-ന് പറ്റ്നയിൽ ഇന്ത്യ സഖ്യം മെഗാ വോട്ട് അധികാർ റാലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, തേജസ്വി യാദവ് എന്നിവർക്കൊപ്പം ഇന്ത്യ മുന്നണിയിലെ മറ്റ് നേതാക്കളും യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം അണിനിരക്കും. 24 ഡൽഹി. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ്. ഇന്ന് മുഴുവൻ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി 9 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ ഛത്തീസ്ഗഡിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തി കുറഞ്ഞ് ചക്രവാത ചുഴിയായി മാറാനുള്ള സാധ്യതയുണ്ടെന്നും ഇത് മഴയെ സ്വാധീനിക്കുന്നുവെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. ഈ മാസം 19 വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രിയാത്ര നിരോധിച്ചു. ഗ്യാപ് റോഡിലെ വാഹന പാർക്കിംഗും നിരോധിച്ചിട്ടുണ്ട്. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ കക്കി ആനത്തോട് അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ തുറന്നു. കക്കട്ടാറിലും പമ്പയാറിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ശബരിമല നട തുറക്കുന്നതിനാൽ തീർത്ഥാടകരും ജാഗ്രത പാലിക്കണം. മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. 24 തിരുവനന്തപുരം. യാത്രക്കാരെ വലച്ച ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. എറണാകുളത്തേക്കുള്ള ഭാഗത്ത് ചാലക്കുടിയിൽ 5 കിലോമീറ്ററാണ് ഇന്നലെ രാത്രി മുതൽ മണിക്കൂറുകളോളം അഴിയാക്കുരുക്കുണ്ടായത്. ഇന്ന് ഉച്ചയോടെ മാത്രമാണ് ഗതാഗത കുരുക്കിന് നേരിയ ശമനമുണ്ടായത്. കുട്ടികളുമായിട്ട് ഞങ്ങൾ രാവിലെ ഒരു 6:30-ക്ക് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം മണി 10-ആയി. കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല, വിശന്നിരിക്കുക. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കൊച്ചു കുട്ടികളത് 3 വയസ്സേ ഉള്ളൂ. ടിക്കറ്റിൽ നല്ലതായി, നല്ല ബ്ലോക്ക് വന്നു. അതുപോലെ ഇവിടെയും ഒരു 1-2 മണിക്കൂറായി പോകും. 4 മുതൽ 6 മണിക്കൂർ ഇങ്ങനെ നടുറോഡിൽ കുടുങ്ങിയവർ. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായമേറിയവരും. തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും വന്നവർക്ക് നരകയാത്ര. ഭക്ഷണം കഴിക്കാൻ പോലും ആയില്ലെന്ന് ലോറി ഡ്രൈവേഴ്സ് പറയുന്നു. മുരിങ്ങൂർ മുതൽ പോട്ട വരെയുള്ള ഭാഗത്തായിരുന്നു രാത്രി മുതൽ വൻ ഗതാഗത കുരുക്ക്. പ്രശ്നം ദേശീയപാത അതോറിറ്റി അറിയിച്ചെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഈ NH66 ബന്ധപ്പെട്ട പ്രവൃത്തി നടക്കുന്നിടത്തൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. സർവീസ് റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇത് തുടർച്ചയായിട്ട് NH66 ശ്രദ്ധപ്പെടുത്തിയാണ്. ആ കരാർ കമ്പനി എടുക്കുന്ന സമീപനത്തോട് യോജിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അതും ശ്രദ്ധപ്പെടുത്തിയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിയായിട്ട് തന്നെ ഷെഡ്യൂൾ പ്രകാരം മുന്നോട്ട് പോകണം. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണുകയും വേണം. റോഡിന്റെ മോശം അവസ്ഥയും അടിപ്പാത നിർമ്മാണവുമാണ് സാഹചര്യങ്ങൾ വഷളാക്കിയത്. ടോളുകളിൽ പണം പിഴിഞ്ഞെടുക്കാൻ കാട്ടുന്ന ആർജവത്തിന്റെ 10-1 മതി ഈ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം കാണാൻ. പ്രശ്നം പരിഹരിക്കേണ്ടവർ തന്നെ ഗുരുതരമാക്കി തീർക്കുമ്പോൾ പരാതിയുമായി പോകുന്ന സാധാരണക്കാരായ പൗരന്മാരാണ് പരിഹാസ്യരായിത്തീരുന്നത്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനും വിഷ്ണുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 തൃശൂർ. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലും വൻ ഗതാഗത കുരുക്ക്. മണിക്കൂറുകളാണ് ആളുകൾ വാഹനത്തിൽ കുടുങ്ങിയത്. ഗതാഗത കുരുക്ക് അവിടെ തുടരുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന്റേതുൾപ്പെടെ 3 ദിവസത്തെ അടുപ്പിച്ചുള്ള അവധി ആഘോഷത്തിന് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ തിരക്കാണ് വൻ ഗതാഗത കുരുക്കിന് കാരണം. രാവിലെ 8 മണിക്ക് തുടങ്ങിയ ഗതാഗത കുരുക്കിൽ ആനച്ചാൽ, പള്ളിവാസൽ, മാട്ടുപ്പെട്ടി, വട്ടവട റോഡുകളിൽ വാഹനങ്ങൾ കുടുങ്ങി. കിലോമീറ്ററുകൾ ദൂരമാണ് വാഹനങ്ങളുടെ നീണ്ട നിര. ബസ് സർവീസുകൾ 4 മണിക്കൂറോളമാണ് ഗതാഗത കുരുക്കിൽപ്പെട്ടത്. മൂന്നാർ ടൗണിലേക്കെത്തുന്ന വാഹനങ്ങളുടെ ഗതാഗത തടസ്സം കൂടാതെ പുറത്തേക്ക് പോകുന്നതിനുള്ള സംവിധാനമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം.
ശാശ്വത ഗതാഗത നിയന്ത്രണ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഉൾപ്പെടെയുള്ള ആവശ്യം. 24 ഇടുക്കി. അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് പുറത്ത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. മുഖ്യമന്ത്രിക്ക് പദവിയിൽ തുടരാൻ അവകാശമില്ലെന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു. കവടിയാറിൽ ആഡംബര വീടുണ്ടാക്കി മലപ്പുറം SP ഓഫീസിൽ നിന്ന് തേക്ക് മുറിച്ചു കടത്തി കേസൊതുക്കാൻ ഷാജൻസ്കറിയിൽ നിന്നും 2 കോടി വാങ്ങി സ്വർണ്ണക്കടത്തു കേസിൽ ഇടപെട്ട സാമ്പത്തിക ലാഭമുണ്ടാക്കി തുടങ്ങി 5 പരാതികളാണ് ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ നൽകിയത്. എന്നാൽ ആരോപണങ്ങളിലൊന്നും അടിസ്ഥാനമില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ഈ പരാതികളിലൊന്നും തെളിവില്ലെന്നും തെളിവ് നൽകാൻ PV അൻവറിന് കഴിഞ്ഞില്ലെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ച പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇല്ലാത്ത അധികാരത്തിന്റെ ദുർവിനിയോഗം നടത്തി. അതിന്റെ ഡീറ്റെയിൽസ് വായിച്ചു നോക്കിയാൽ വളരെ കൃത്യമാണ്. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയേണ്ട, ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് ഒഴിയുകയാണ് വേണ്ടത്. MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയെ ചേർത്ത് നിർത്തുമെന്ന് അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ അധ്യക്ഷ ശ്വേതാ മേനോൻ 24നോട്. സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ തിരികെ കൊണ്ടുവരും. തനിക്കെതിരായ കേസിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിലായിരുന്നു പുതിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അമ്മ അധ്യക്ഷ ശ്വേതാ മേനോൻ മനസ്സു തുറന്നത്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയെ ചേർത്തു നിർത്തും. സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കും. എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും ഒരേ കരിയർ, ഒരേ ഫീൽഡിലാണ്, കലീഗ്സ് ആണ്, ഫ്രണ്ട്സ് ആണ്. ദേ ആർ മോസ്റ്റ് വെൽക്കം. ഇൻ കേസ് അവർക്ക് ഞാൻ അവിടെ പേഴ്സണലി അവരെ പോയിട്ട് വിളിക്കണമെങ്കിൽ ഐ വിൽ പേഴ്സണലി ഗോ. തന്റെ വിജയം വലിയ പോരാട്ടത്തിനൊടുവിലാണ്. തിരഞ്ഞെടുപ്പ് സമയത്തുയർന്ന പരാതി വലിയ മാനസിക സംഘർഷമുണ്ടാക്കി. കേസ് വിട്ടുകളയാൻ ഉദ്ദേശമില്ലെന്നും ശ്വേതാ മേനോൻ. പക്ഷെ ഇതൊക്കെ ഞാൻ നിസ്സാരമായിട്ട് കരുതുന്നില്ല. ഇത് ഞാൻ ശക്തമായിട്ട് ലീഗൽ വേ തന്നെ പോവും. ഇത് എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ 24നെയും നന്ദി പറയാണ്, എല്ലാ ന്യൂസ് ചാനൽസിനെയും നന്ദി പറയാണ്. സംഘടനയ്ക്കുള്ളിൽ വിഷയം ചർച്ചയാക്കാനാണ് തീരുമാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സിനിമാ കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളും സജീവമാക്കി നിർത്തുന്നതായിരിക്കും അമ്മയുടെ ആദ്യ യോഗങ്ങൾ. 24 കൊച്ചി. തൃശൂരിൽ സുരേഷ് ഗോപി MPയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ സുരേഷ് ഗോപി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അമൽ സുരേന്ദ്രനാണ് തൃശൂരിൽ നിന്ന് ചേരുന്നത്. അമൽ, ഈ മാർച്ച് ഓഫീസിൽ എത്തും മുമ്പേ തടയുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ടല്ലോ, വിവരങ്ങൾ. ക്രിസ്റ്റിന, ഏതായാലും മാർച്ച് ഓഫീസിന് എത്തുന്നതിന് മുൻപേ തന്നെ, അതായത് 1/2 കിലോമീറ്ററോളം മുന്നേ തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചിരുന്നു. ഈ ബാരിക്കേഡിന്റെ അടുത്തേക്കാണ് ഇപ്പോൾ 200ഓളം വരുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്നും അത് കാണിച്ച് തൃശ്ശൂരിന്റെ MP ആയിട്ടുള്ള സുരേഷ് ഗോപി രാജിവെക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു മാർച്ച് MP ഓഫീസിലേക്ക് എത്തില്ല, അതിനു മുൻപ് തന്നെ തടയുമെന്ന് പോലീസ് പറഞ്ഞത് പ്രകാരം തന്നെയാണ് ഇപ്പോൾ വഴിയിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നത്. ഈ മാർച്ച് ഇവിടെ എത്തുന്നതിന് മുൻപേ തന്നെ BJP ഓഫീസിന് ഉള്ളിൽ BJP പ്രവർത്തകർ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ BJP പ്രവർത്തകർ സംഘടിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ഒരു വലിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വലിയ ഒരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ എത്തുകയും വഴിയിൽ വെച്ച് തന്നെ ഈ ഒരു ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തകരെ തടയുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 200ഓളം വരുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഘടിച്ചെത്തിയിരിക്കുന്നത്, ഈ ഒരു മാർച്ചിന്റെ ഭാഗവുമായി എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. 200ഓളം വരുന്ന ഈ പ്രവർത്തകരെല്ലാം പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ബാരിക്കേഡിന് മുന്നിൽ തന്നെ സംഘടിച്ച് പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും വോട്ടർ പട്ടിക വിവാദം രാജ്യാന്തര തലത്തിൽ എന്നതുപോലെ തന്നെ തൃശ്ശൂരിന്റെ പ്രാദേശിക തലങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ 24 അടക്കം നിരവധിയായ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് വാർത്തകൾ നൽകുന്ന സാഹചര്യത്തിൽ, നമ്മുടെ തന്നെ അന്വേഷണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ പല കോണുകളിൽ നിന്ന്
തുടർന്ന് BJPയും എതിർപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടർ പട്ടികയെ സംബന്ധിച്ച വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐയുടെ MP-യുടെ ഓഫീസിലേക്കുള്ള ഒരു മാർച്ച് ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇടത് പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് വലിയ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം തൃശ്ശൂരിൽ ഉണ്ടാകുന്ന ഒരു സമയത്താണ് MP-യുടെ ഓഫീസിനടുത്തേക്ക് ഒരു ഇടത് പ്രവർത്തകൻ എത്തുകയും അദ്ദേഹത്തിന്റെ MP ഓഫീസിന് മുന്നിലെ ബോർഡിൽ കരിങ്ങോയിൽ ഒഴിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഇതിനെ തുടർന്ന് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ, K. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ തൃശ്ശൂരിലെത്തുകയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ BJPയുടെ സിറ്റിയിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ജസ്റ്റിന്റെ തലയ്ക്ക് മർദ്ദനമേറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ ഇന്ന് പകൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിന്റെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ജസ്റ്റിന് മർദ്ദനം ഉണ്ടായി എന്നും ഈ ഒരു പോലീസ് സേനയിൽ, സംസ്ഥാനത്തെ പോലീസ് സേനയിൽ 60% മോദി ഭക്തരാണെന്നുള്ള ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രസംഗത്തിനിടെ ഉണ്ടായ സാന്ദർഭികമായിട്ടുള്ള ഒരു പ്രസ്താവനയും എല്ലാം പ്രത്യേക തരത്തിലുള്ള അന്വേഷണങ്ങളും ഇന്റലിജൻസ് വിഭാഗം അടക്കം ആ ഒരു വിഷയത്തിൽ അന്വേഷണത്തിലെല്ലാം മുതിരുന്ന ഒരു കാര്യമുണ്ട് എന്നൊരു അഭ്യൂഹം അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ ഏതൊക്കെ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപി MP ഇപ്പോൾ വോട്ടർ പട്ടിക ക്രമക്കേടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് പ്രേക്ഷകർ കണ്ടത്. ജലപീരങ്കി പ്രയോഗിച്ചു. അമൽ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കേരളം കാത്തിരുന്ന ഫ്ലവേഴ്സ് മഹാസംഗീത പുരസ്കാര രാവിന് അല്പസമയത്തിനകം തുടക്കമാകും. ചടങ്ങിൽ ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡുകൾ വിതരണം ചെയ്യും. കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് സംഗീത വിരുന്ന്. വിപിൻ C. വിജയനാണ് വിശദാംശങ്ങളുമായിട്ട് ചേരുന്നത്. വിപിൻ, എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് ഈ സംഗീത വിരുന്ന് ആരംഭിക്കുന്നത്? സംഗീത പ്രേമികളൊക്കെ തന്നെ കാത്തിരുന്നിട്ടുള്ള ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് തുടങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. പരമാവധി ആളുകൾ ഇതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ നമ്മുടെ പാസുകൾ ഇനിയും കരസ്ഥമാക്കാനൊക്കെ കഴിയാത്ത ആളുകൾ കൂടി ഇവിടേക്ക് വന്നാൽ ഇതിൻ്റെ ഭാഗമാകാം എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ പരമാവധി സംഗീത പ്രേമികളൊക്കെ എത്തിയിട്ടുണ്ട്. ഈ അവാർഡ് ദാനം കൂടി ഇന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അവരുടെയൊക്കെ പാട്ടുകൾ നേരിട്ട് ഇപ്പോൾ സിഡർ ശ്രീറാമുണ്ട്, ഒപ്പം തന്നെ ഹരിശങ്കർ ഉണ്ട്, സൂരജ് സന്തോഷ്, M. ജയചന്ദ്രൻ, സിത്താര കൃഷ്ണകുമാർ, വൈക്കം വിജയലക്ഷ്മി തുടങ്ങിയിട്ടുള്ള നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ തലമുറയിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള എല്ലാ സംഗീത താരങ്ങളും ഒരുമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വേദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ പാട്ടുകളൊക്കെ നേരിട്ട് കേൾക്കാനും അവർക്ക് അവാർഡുകൾ അവർ കരസ്ഥമാക്കുന്നത് കാണുന്നതിനൊക്കെ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഏറ്റവും ഭംഗിയായി തന്നെ ഈ സംഗീത വിരുന്ന് ആസ്വദിക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ക്രിസ്റ്റീന, കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി അല്പസമയത്തിനകം മഹാസംഗീത വിരുന്ന് ആരംഭിക്കും. വിപിൻ C. വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും വിദ്വേഷ പരാമർശങ്ങളുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയം ജില്ലയിൽ ഒരു MLA ഒഴികെ എല്ലാവരും കുരിശിന്റെ വഴിയെ പോകുന്നവരെന്നും മുസ്ലിം ലീഗ് വർഗീയ വിഷം തുപ്പുന്ന പാർട്ടിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സംഘപരിവാറിന്റെ നാവായി വെള്ളാപ്പള്ളി നടേശൻ മാറുന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. കോട്ടയം രാമപുരത്ത് നടന്ന മീനച്ചിൽ കടുതുരുത്തി ശാഖാ നേതൃസംഗമത്തിലാണ് വെള്ളാപ്പള്ളി വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ചത്. ലീഗിനെ വിമർശിച്ചായിരുന്നു തുടക്കം. അവിടെ പേര് കേട്ടാൽ തന്നെ മുസ്ലിം ലീഗ് എന്നാണ് അവരുടെ പേര്, മുസ്ലിം കൂട്ടായ്മ എന്നാണ്. അവരാണ് മതേതരത്തിൽ നാഴിക്ക് 4 വട്ടം പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം കബളിപ്പിച്ച് അവരുടെ താളത്തിൽ കൊണ്ടെത്തിയതിനു ശേഷം നമ്മളെല്ലാം വഞ്ചിച്ച ചരിത്രം. പിന്നാലെ ക്രൈസ്തവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നെന്ന പരാമർശം. കോട്ടയത്ത് ഒരു MLA മാത്രമാണ് ഈഴവനായുള്ളതെന്നും ബാക്കിയുള്ളവർ കുരിശിന്റെ വഴിയെ പോകുന്നവരാണെന്നും വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയം ജില്ല അല്ലേ, ജനപ്രതിനിധികൾ നോക്കിയാൽ ഒരു ഈഴവൻ കാണും അല്ലേ, ബാക്കി ആരാണ്? ഇവിടെ എല്ലാം കുരിശിന്റെ വഴിയില്ല. വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. സംഘപരിവാറിന്റെ പ്രത്യക്ഷത്തിലുള്ളൊരു അജണ്ട, അത് പരോക്ഷമായി കേരളത്തിന്റെ CPM-ന്റെ കൂടി അജണ്ടയാണ്. ഇത് രണ്ടും ഒരുമിച്ച് പറയുന്നു, അത്രയേ ഉള്ളൂ. 24 കോട്ടയം. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് സിറോ മലബാർ സഭ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ നടത്തുന്നു. CPIM നേതാക്കളുടെ ശ്രമം അപലപനീയമെന്നും സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ പ്രതിപത്തിയില്ല. കന്യാസ്ത്രീകൾ ജയിലിലടയ്ക്കപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നന്ദി പറഞ്ഞതിനെ ചൂണ്ടിക്കാട്ടി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും സഭ പത്രക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി.
ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് 2 പേർ ഷോക്കേറ്റ് മരിച്ചു. മുറ്റം അടിച്ചു വാരുന്നതിനിടെയാണ് കോഴിക്കോട് വടകര സ്വദേശി ഉഷയ്ക്ക് ഷോക്കേറ്റത്. തിരുവനന്തപുരത്ത് ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതിനിടെ ജീവനക്കാരൻ രാഹുൽ വിജയൻ ഷോക്കേറ്റ് മരിച്ചു. കോഴിക്കോട് അങ്കണവാടിയുടെ കോൺക്രീറ്റ് പാളി അടർന്നു വീണു. പുതിയ പാലം ചുള്ളിയിൽ അങ്കണവാടിയുടെ മേൽക്കൂരയുടെ കോൺക്രീറ്റാണ് അടർന്നു വീണത്. കുട്ടികളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. പാകിസ്ഥാനിൽ മിന്നൽ പ്രളയത്തിൽ 200-ലേറെ പേർ മരിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീണു. മിന്നൽ പ്രളയം ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ മേഘസ്ഫോടനത്തിനു പിന്നാലെ. മിന്നൽ പ്രളയം നാശം വിതച്ച ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ആധുനിക ഉപകരണങ്ങൾ എത്തിച്ചാണ് തെരച്ചിൽ. മഹാരാഷ്ട്രയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണം. ഇന്ത്യ പാക് വിഭജനത്തിന് ഉത്തരവാദികൾ കോൺഗ്രസ് ഉൾപ്പെടെ 3 പേരെന്ന് NCERTയുടെ പഠന മൊഡ്യൂൾ. മുഹമ്മദ് അലി ജിന്നയ്ക്ക് പുറമെ കോൺഗ്രസും മൗണ്ട് ബാറ്റനും വിഭജനത്തിന് കാരണക്കാരെന്ന് കുറ്റപ്പെടുത്തൽ. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട SCERT കരട് കൈപ്പുസ്തകത്തിൽ നിരവധി തിരുത്ത്. ബ്രിട്ടീഷുകാരെ ഭയന്നാണ് സുഭാഷ് ചന്ദ്രബോസ് രാജ്യം വിട്ടതെന്ന പരാമർശം വിവാദമായതിനു പിന്നാലെ. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് റെയിൽവേ പോലീസ്. ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ 2 ഇടങ്ങളിൽ രക്തക്കറ കണ്ടെത്തി. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ട്രെയിനു മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം പൂർത്തിയായി. കേസിലെ ഏക പ്രതിയായ ഷൈനയുടെ ഭർത്താവ് നോബിയുടെ പീഡനമാണ് ഷൈനയുടെയും മക്കളുടെയും മരണത്തിലേക്ക് എത്തിച്ചതെന്ന് കണ്ടെത്തൽ. മലപ്പുറം നിലമ്പൂർ മണലോടിയിൽ യുവദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മണലോടി കറുത്തെടുത്ത രാജേഷ്, ഭാര്യ അമൃത എന്നിവരാണ് മരിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുമായി സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്താനുള്ള ക്ഷണം സെലൻസ്കി സ്വീകരിച്ചു. അലാസ്കയിലെ കൂടിക്കാഴ്ച യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അന്തിമ കരാറില്ലാതെ പിരിഞ്ഞിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ആംഗ്രേജ് ചർച്ചയിൽ ധാരണയായില്ലെങ്കിലും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നത് ഉറപ്പായി. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അലാസ്കയിൽ നിന്ന് മടങ്ങുമ്പോഴായിരുന്നു ട്രംപ് സെലൻസ്കിയുമായി 1.5 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചത്. തിങ്കളാഴ്ച സെലൻസ്കി ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വാഷിംഗ്ടണിലെത്തും. ഈ ചർച്ച വിജയിച്ചാൽ പുടിനുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി. കൂടുതൽ ചർച്ചകൾക്ക് മോസ്കോയിലേക്ക് പുടിൻ ട്രംപിനെ ക്ഷണിച്ചിരുന്നു. യൂറോപ്യൻ നേറ്റോ നേതാക്കളുമായും ട്രംപ് ചർച്ച നടത്തി. ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്നാണ് ആംഗ്രേജിലെ 3 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം ട്രംപിന്റെയും പുടിന്റെയും പ്രതികരണം. കൂടിക്കാഴ്ചയെ ഇന്ത്യ ഉൾപ്പെടെ സ്വാഗതം ചെയ്തു. സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമം പ്രശംസനീയമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ചൈനയ്ക്ക് മേൽ ഉടനടി പിഴത്തീർവ ചുമത്തേണ്ട ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് ഇന്ത്യയുടെ വിഷയത്തിൽ പ്രതികരിച്ചില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. കണ്ണൂർ ADM ആയിരുന്ന K. നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഹർജി തള്ളണമെന്ന് പോലീസ്. കേസിൽ സമഗ്രമായ അന്വേഷണം നടന്നെന്നും ബോധപൂർവം ചില മൊഴികൾ രേഖപ്പെടുത്തിയില്ലെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം തെറ്റാണെന്നും കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. K. നവീൻ ബാബുവിനെതിരെ പ്രതിഭാഗം ഉന്നയിച്ച കൈക്കൂലി ആരോപണം സാധൂകരിക്കുന്ന പരാമർശങ്ങളും റിപ്പോർട്ടിലുണ്ട്. എറണാകുളം കാലടിയിൽ KSRTC ബസ് ഇടിച്ച് ഒരാൾ മരിച്ചു. കാലടി ജംഗ്ഷനിലായിരുന്നു അപകടം. തിരുവനന്തപുരം ആര്യനാട് നെടുമങ്ങാട് റോഡിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പനക്കോട് സ്വദേശി സത്യനേശനാണ് മരിച്ചത്. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താസന്ധ്യ പൂർണ്ണമാവുകയാണ്.